കൊപ്പം പോലീസ് സ്റ്റേഷന് പുതിയ കെട്ടിടമാകുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണോദ്ഘാടനം നിർവഹിച്ചു. വീഡിയോ കോൺഫറൻസ് വഴിയായിരുന്നു ഉദ്ഘാടനം. സംസ്ഥാനത്തെ പോലീസ് സ്റ്റേഷനുകളിൽ അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിച്ച് മികച്ച തൊഴിലിടങ്ങളാക്കുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. വിവിധ ആവശ്യങ്ങൾക്കായി പോലീസ് സ്റ്റേഷനിൽ എത്തുന്നവർക്കും ഉദ്യോഗസ്ഥർക്കും ഉപയോഗപ്രദമാകുന്ന സൗകര്യങ്ങൾ ഉപയോഗപ്രദമാകുന്ന തരത്തിൽ ഉൾപ്പെടുത്തി രൂപകൽപ്പന ചെയ്തിട്ടുള്ളവയാണ് പുതുതായി നിർമ്മിക്കുന്ന എല്ലാ കെട്ടിടങ്ങളും. പോലീസ് സ്റ്റേഷനുകളിൽ നിർമ്മിക്കുന്ന എല്ലാ കെട്ടിടങ്ങളും ഇത്തരത്തിലുള്ള സൗകര്യങ്ങളോട് കൂടിയാണ്. അതോടൊപ്പം തന്നെ സാങ്കേതിക വിദ്യയിലും അടിസ്ഥാന സൗകര്യങ്ങളിലും മികവേറിയ പോലീസ് സ്റ്റേഷനുകളിൽ മുഹമ്മദ് മുഹസിൻ MLA അധ്യക്ഷനായി. ഷൊർണൂർ DYSP R മനോജ് കുമാർ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ T ഉണ്ണികൃഷ്ണൻ, MK ബേബി ഗിരിജ, V രമണി, KK അസീസ്, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാ മണികണ്ഠൻ, കൊപ്പം SI P ശിവശങ്കരൻ, തഹസിൽദാർ TP കിഷോർ, A സാബിറ, കമ്മുകുട്ടിയിടത്തോൾ, മറ്റ് ജനപ്രതിനിധികൾ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ സംസാരിച്ചു. കൊപ്പം വളാഞ്ചേരി പാതയിലെ പുലാശ്ശേരി സ്കൂളിന് സമീപത്തെ 50 സെന്റ് സ്ഥലത്താണ് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നത്. 3 കോടി രൂപ ചെലവിലാണ് നിർമ്മാണം. 2018 പട്ടാമ്പി പോലീസ് സ്റ്റേഷൻ വിഭജിച്ച് കൊപ്പത്ത് പുതിയ പോലീസ് സ്റ്റേഷൻ ആരംഭിച്ചത്. വാടക കെട്ടിടത്തിലാണ് നിലവിൽ സ്റ്റേഷന്റെ പ്രവർത്തനം. കൊപ്പം, വിളയൂർ, തിരുവേഗപ്പുറ, കുലുക്കല്ലൂർ പഞ്ചായത്തുകളാണ് സ്റ്റേഷന്റെ പരിധി. ഇമ്മാനുവൽ സിൽക്ക് ഷോറൂമുകളിൽ സമ്മാന പെരുമഴയുമായി ഇമ്മാനുവൽ ഓണം പൊന്നോണം. ഓരോ പർച്ചേസിനൊപ്പം ലഭിക്കുന്ന സമ്മാന കൂപ്പൺ നറുക്കെടുപ്പിലൂടെ ദിവസേന നേടാം നിരവധി സമ്മാനങ്ങൾ. ഈ ഓണക്കാലം ഇമ്മാനുവൽ സിൽക്സിനൊപ്പം ആഘോഷമാക്കാൻ ഏവർക്കും സ്വാഗതം.